ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മൾ വലിയ ബ്രാൻഡുകളെ പലതിനെയും കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എങ്ങനെയായിരിക്കും ഇത് ഇത്രയും വലിയ ബ്രാൻഡ് ആവാനുള്ള കാരണം എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫാഷൻ ബ്രാൻഡാണ് സാറ. സാറ എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആയത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സാറ ഫോളോ ചെയ്യുന്ന ഫാസ്റ്റ് ഫാഷൻ മോഡൽ എന്ന ഒരു പെർട്ടിക്കുലർ മാനേജ്മെൻറ്റ് മോഡലാണ്. എന്താണ് ഫാസ്റ്റ് ഫാഷൻ മോഡൽ എന്ന് നമുക്ക് നോക്കാം. ഫാസ്റ്റ് ഫാഷൻ മോഡലിൻ്റെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ഡിസൈൻ സൈക്കിൾസ് ആണ്. എന്ത് ട്രെൻഡ് ലോകത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും ആ ട്രെൻഡിനെ പെട്ടെന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള മാർക്കറ്റ് റിസർച്ചിലൂടെ മനസ്സിലാക്കുകയും അതിനെ ഒരു ഡിസൈനാക്കി മാറ്റുകയും ആ ഡിസൈനിനെ ഏകദേശം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡിസൈൻ വിങ് സാറയ്ക്കുണ്ട് എന്നുള്ളതാണ് ഫാസ്റ്റ് ഫാഷൻ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള മോഡലുകൾ അല്ലെങ്കിൽ ഫാഷനുകളൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് ചിലപ്പോൾ 1, 2, 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള ഫാഷൻസ് കറക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ സാറ എടുക്കുന്ന ഈ ഇനീഷ്യേറ്റീവ് തന്നെയാണ് സാറയെ ഡിഫറൻ്റ് ആക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇവർ റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ന്യൂ അറൈവൽസ് എപ്പോഴും സാറയുടെ സ്റ്റോറുകളിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫ്രീക്വൻ്റ് ആയിട്ട് പുതിയ പുതിയ ഡിസൈനുകളും വെറൈറ്റികളും സാറ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറ സ്റ്റോറുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി പുതിയ പുതിയ അറൈവലുകളും വെറൈറ്റി ഓഫ് ഡിസൈൻസും കാണാൻ സാധിക്കും, അതും ഏറ്റവും പുതിയ ട്രെൻഡിൽ തന്നെ. മൂന്നാമത്തെ കാര്യം സാറയുടെ വെയർഹൗസിങ്ങും ഡിസ്ട്രിബ്യൂഷനുമാണ്. യൂറോപ്പിലെ എല്ലായിടത്തേക്കും എത്തുന്ന തരത്തിൽ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷനുകൾ പ്ലാൻ ചെയ്യുകയും അതുപോലെ ജസ്റ്റ് ഇൻ ടൈം മെത്തഡോളജിയൊക്കെ കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോജിസ്റ്റിക്സ് മെക്കാനിസമാണ് സാറ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതും അവരുടെ ഡിസ്ട്രിബ്യൂഷനെ വളരെ എളുപ്പമാക്കുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. പലപ്പോഴും നമ്മളുടെ ബ്രാൻഡുകൾക്കൊക്കെ തിരിച്ചടി നേരിടുന്നത് മാർക്കറ്റിൽ വലിയ ആവശ്യം ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ടുള്ള സമയത്ത് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ്. പക്ഷേ സാറ ഇതിനൊരു അപവാദമാണ്. കാരണം സാറ കൃത്യമായി സാധനങ്ങൾ ലോജിസ്റ്റിക്സ് ഏർപ്പെടുത്തി കൊടുക്കുന്നു, ഒപ്പം തന്നെ കൃത്യമായി എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെയർഹൗസിംഗ് സെറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ ഫാസ്റ്റ് ഫാഷൻ മോഡലിൻ്റെ മറ്റൊരു പ്രത്യേകത ഹൈ എൻഡ് ടെക്നോളജിയാണ്. റിയൽ ടൈം ഡാറ്റ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാവുകയും അതിനനുസരിച്ച് ഡിസൈനുകൾ ഇപ്പുറത്ത് വർക്ക് ചെയ്യുകയും സെയിൽസിൻ്റെ ഡാറ്റ അടക്കം കൃത്യമായി ട്രെൻഡുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇടുകയും അത് ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ ഫ്ലോറിലേക്ക് പോവുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി സാറ ഉപയോഗിക്കുന്നുണ്ട്. സാറയുടെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ മെക്ഡൊണാൾഡ്സ് ഒക്കെ ചെയ്യുന്ന പോലെ മെക്ഡൊണാൾഡ്സ് എവിടെ പോകുമ്പോഴും അവിടുത്തെ ലോക്കലായിട്ടുള്ള ഫ്ലേവേഴ്സ്, താല്പര്യങ്ങൾ ഒക്കെ അഡാപ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും സാറ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളിലേക്ക് അഡാപ്റ്റേഷൻ കൊടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഡിസൈനുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും കൃത്യമായി ശ്രമിക്കുന്നു എന്നുള്ളതും ഈ ഫാസ്റ്റ് ഫാഷൻ മോഡലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സാറ സ്റ്റോറുകളിലെ വിഷ്വൽ മെർച്ചൻഡൈസിങ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ വിഷ്വൽ മെർച്ചൻഡൈസിങ് കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അഡ്വർടൈസിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ സ്റ്റോറുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ക്വാളിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട്, വെറൈറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസിങ് മിനിമലൈസ് ചെയ്യുക എന്നുള്ളതാണ് സാറയുടെ മറ്റൊരു രീതി. സാറ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരല്പം ഹൈ പ്രൈസ്ഡ് ആണെന്ന് തോന്നാമെങ്കിലും യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് തന്നെയാണ് സാറയ്ക്കുള്ളത്. എന്നാൽ ഹൈ ക്വാളിറ്റി പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാറയ്ക്ക് അവരുടെ വിഷ്വൽ മെർച്ചൻഡൈസിങ്ങിലൂടെയും കൃത്യമായിട്ടുള്ള പുതിയ തരത്തിലുള്ള ഫാബ്രിക്കുകളിലൂടെയും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ റീറ്റെയിൽ ഫോർമാറ്റുകളാണ് സാറ സാധാരണ പിന്തുടരാറുള്ളത്. എന്നാൽ അവിടെ ഹൈ വോളിയം സെയിൽസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറിയ ഏരിയയിൽ നിന്ന് തന്നെ ഹൈ വോളിയം സെയിൽസ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് സാറ പിന്തുടർന്നു പോരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിനോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ചെയ്യുകയും ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുകയും ഒപ്പം തന്നെ ടെക്നോളജി കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാറ തീർച്ചയായിട്ടും പുതിയ ബ്രാൻഡുകൾക്ക് വലിയ ഒരു പാഠമാണ്. സാറയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയിലേക്കൊക്കെ നിങ്ങൾ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും നിങ്ങളൊരു ഫാഷൻ ബ്രാൻഡാണെങ്കിൽ. കേരളത്തിൽ നിന്ന് ഫാഷൻ ബ്രാൻഡുകൾ ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പോലും പല ബ്രാൻഡുകളും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.